ഭക്ഷണശാലയിൽ ഭക്ഷണം എങ്ങനെ പാചകം ചെയ്യുന്നു എന്നറിയാനുള്ള അവകാശം ഭക്ഷണം കഴിക്കാൻ എത്തുന്നവർക്ക് ഉണ്ട് എന്നാണ് പത്തനംതിട്ട കളക്ടറേറ്റിന് സമീപത്തെ രുചിയിടം ഭക്ഷണശാലയുടെ നടത്തിപ്പുകാരായ അജിൻ വർഗീസും അബ്ദുൾ ബിജുവും പറയുന്നത്. പറച്ചിൽ മാത്രമല്ല, ഇക്കാര്യം പ്രാവർത്തികമാക്കുകയും ഇവർ ചെയ്തു. സാധാരണഗതിയിൽ നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പം ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന ഭാഗത്തേക്ക് നോ എൻട്രി എന്ന് പറഞ്ഞ് കാണാറുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ നമ്മൾ ഇവിടെ കഴിക്കാൻ വരുന്ന ആളുകൾക്ക് അവർ കഴിക്കുന്ന ആഹാരം ഏത് രീതിയിൽ പാചകം ചെയ്യുന്നു എന്നറിയാനുള്ളൊരു അവകാശമുണ്ട്. അപ്പോൾ അതിലേക്കായാണ് നമ്മൾ അങ്ങനൊരു വാചകം അവിടെ എഴുതി വച്ചിരിക്കുന്നത്. മീൻ വിഭവങ്ങളാണ് ഈ ഭക്ഷണശാലയിൽ കൂടുതലായി വിളമ്പുന്നത്. അയില, വിളമീൻ, കുറുവ, വരാൽ, നത്തോലി, കണവ, കൊഞ്ച് വിഭവങ്ങൾ തയ്യാർ. കൂടെ ഉഗ്രൻ കപ്പ വേവിച്ചതും. നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന മീൻകറി എങ്ങനെയാണോ അതേ ഇത് തന്നെയാണ്. അതിൻ്റെ എല്ലാ തനിമയും ചേർത്താണ് ഇവിടെ മീൻ. മറ്റ് വിഭവങ്ങളായാലും എല്ലാം വീട്ടിൽ കഴിക്കുന്ന ഒരു ഇത് തന്നെയാണ്, ഫീലാണ് ഇവിടെ ഫുഡ് കഴിച്ചിറങ്ങുമ്പോൾ. അടുക്കളയ്ക്ക് മുന്നിലെ ബോർഡ് കണ്ടപ്പോൾ തന്നെ മനസ്സിൽ തൃപ്തിയായെന്ന് ഭക്ഷണം കഴിക്കാൻ എത്തിയവർ പറഞ്ഞു. അത് വളരെ നല്ല സ്വാഗതാർഹമാണ്. കാരണം സാധാരണ അടുക്കളയിലോട്ട് പോകാൻ സമ്മതിക്കത്തില്ലല്ലോ. ഇവിടെ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് പോയി കാണാം, എല്ലാം ഉറപ്പ് വരുത്തിയിട്ട് കഴിക്കാനായിട്ടുള്ള സാവകാശമുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. സാധാരണ അടുക്കളയിലൊക്കെ ചെല്ലുമ്പോൾ യാതൊരു വിധത്തിലുള്ള ക്ലീനസ് കാണത്തില്ല. അത് ഉള്ളതുകൊണ്ട് തന്നെ ക്ഷണിക്കുന്നത് നല്ല കാര്യമാണ്. ഭക്ഷണശാലയ്ക്കുള്ളിൽ ജയൻ, പ്രേം നസീർ, ഷീല എന്നിവരുടെ ചിത്രങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഒപ്പം ചെമ്മീൻ സിനിമയുടെ പോസ്റ്ററുമുണ്ട്. എത്ര രുചിയാർന്ന രീതിയിൽ കഴിക്കുക ആ രീതിയിലാണ് അവർ ഒരുക്കുന്നത്. എത്ര വൃത്തിയായിട്ടും അത്രയും നമുക്ക് ഇവിടുന്ന് കാണാൻ നീറ്റ്നെസ് ഇവിടെ നോക്കിയാൽ അറിയാമല്ലോ. അത്രത്തോളം മനോഹരമായിട്ട് അവിടെ വിഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അടുക്കളയിലേക്ക് ആർക്കും കയറാം, പക്ഷേ ഹെയർ നെറ്റ് നിർബന്ധമാണ്. വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ അടുക്കള, ഒപ്പം രുചിയേറിയ ഭക്ഷണം. ഇതാണ് ഈ ഭക്ഷണശാലയുടെ ആപ്തവാക്യം. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.